ഒരു ദിവസം ഒരു ദരിദ്ര ബാലൻ കഴിക്കുവാൻ ആഹാരം ഇല്ലാതെ വിശന്നു വലഞ്ഞു. അവൻ സമീപത്തുള്ള പഴക്കടയിൽ നിന്നു ഒരു വാഴപ്പഴം മോഷ്ടിച്ചു. ഗുരുവായൂരപ്പന്റെ ഭക്തനായിരുന്ന അവൻ വാഴപ്പഴത്തിന്റെ പകുതി ഭഗവാന് സമർപ്പിച്ചു, മറ്റേയൊരു പകുതി അവൻ കഴിച്ചു. കടക്കാരൻ കുട്ടിയെ പിടിച്ചു മോഷണത്തിന് കുറ്റം ആരോപിച്ചു. കുട്ടി കുറ്റം സമ്മതിച്ചു. പക്ഷേ നിരപരാധിയായ ഈ കുട്ടിയെ ശിക്ഷിക്കാൻ കടക്കാരന് മനസ്സുവന്നില്ല. കുട്ടി തെറ്റ് വീണ്ടും ആവർത്തിക്കാതെ ഇരിക്കാൻ കടക്കാരൻ അവന് ഒരു ചെറിയ ശിക്ഷ നൽകി ക്ഷേത്രം ചുറ്റി കുറച്ചു പ്രദക്ഷിണം ചെയ്യാൻ ആജ്ഞാപിച്ചു. എന്നാൽ കടക്കാരൻ കണ്ടത് കുട്ടി ക്ഷേത്രം ചുറ്റുമ്പോൾ ഗുരുവായൂരപ്പൻ കൂടി കുട്ടിയോടൊപ്പം ഓടുന്നതായിരുന്നു. അതേ രാത്രിയിൽ ഭഗവാൻ കടക്കാരന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ഞാനും ഒരു ഭാഗം പഴം എടുത്തല്ലോ, അതിനാൽ ശിക്ഷ പങ്കിടേണ്ടതില്ലേ? അതുകൊണ്ട് ഞാൻ കുട്ടിയെ പിന്തുടർന്നു, ഭഗവാൻ പറഞ്ഞു. ദൈവം നിസ്വാർത്ഥ ഭക്തരോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ കഥ വ്യക്തമാക്കുന്നു.